എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ സ്മാർട്ട് ഷോയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാനിരുന്നപ്പോൾ കുറേ അധികം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വന്നു. ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ ചോദ്യങ്ങളൊന്നും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ചില സാമ്പിളിൽ ചില ചോദ്യങ്ങൾ ഞാൻ പറയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ അമ്മമാർ അനാഥരാക്കപ്പെടുകയും ഏകരാക്കപ്പെടുകയും ചെയ്യുന്നൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ട്. വിദ്യാസമ്പന്നരാണെങ്കിലും ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഇന്ത്യയിലൊരു സംസ്ഥാനമുണ്ട്. അതേപോലെ ഭാവിയിൽ അഭ്യസ്തവിദ്യർക്ക് തൊഴിലില്ലാതെ പോകുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യയിലുണ്ട്. ഇതിൻ്റെയൊക്കെ ഉത്തരം ഒന്ന് തന്നെയാണ്, കേരളം. എന്തുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെയായി പോകുന്നത്? ഞാൻ അറിയാതെ ആലോചിച്ചു പോയി. നിങ്ങളിപ്പോൾ ഒന്നും ആലോചിച്ച് തല പുണ്ണാക്കും പുളിയിരിയാക്കണ്ട. നമ്മൾ സ്മാർട്ട് ഷോയിലേക്ക് കടക്കുന്നു. ഇത് ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. സ്മാർട്ടായവരുടെ ലോകത്തങ്കം വെട്ടാൻ ഇന്ന് ആരൊക്കെയാവും വേദിയിലെത്തുക? പ്രമുഖ ചലച്ചിത്ര ടെലിവിഷൻ താരം രാജീവ് പരമേശ്വരനും ഒപ്പം അർജുൻ ലക്ഷ്മി നാരായണനും വേദിയിലേക്ക്. രാജീവ്, നമ്മൾ കണ്ടിട്ട് കുറച്ചു കാലമായി അല്ലേ? രാജീവ് സീരിയലിലാണോ ഫിലിമിലാണോ സജീവം? ഇപ്പോൾ സീരിയൽ ചെയ്യുന്നുണ്ട്, സിനിമ ചെയ്യാൻ ആഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രൊഡ്യൂസർമാർക്ക് വിളിക്കാം അല്ലേ? അവര് സെലക്റ്റീവായി നമ്മളൊക്കെ ചാൻസ് കുറച്ചു തുടങ്ങി. വേറെ എന്താ രാജീവിന്റെ വിശേഷം? ഇപ്പോൾ നമ്മളൊരു ഫിലിമിന്റെ പ്രൊജക്റ്റ് ആയിട്ട് പോവുകയാണ്. അത് ഫിലിം ആയതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പക്ഷേ ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാം ഞാൻ ഫിലിമിലൊക്കെ ഉണ്ടെന്ന് പറയാം. ഒരു റൊമാൻറ്റിക് ഹീറോയുടെ ചട്ടക്കൂടൊക്കെ ഉള്ള രാജീവ് എന്നുള്ള നടൻ പെട്ടെന്നൊരു വില്ലന്റെ വേഷം കിട്ടിയല്ലോ ഒരു സിനിമയിൽ. ഞാൻ പാപ്പിയപ്പച്ചൻ. അതെന്താ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഒരു വില്ലൻ? അതെ, അവര് ആ സമയത്ത് ഞാനൊരു സീരിയൽ ചെയ്തിരുന്നു. അതിലൊരു പാവം, ഈ സീരിയലിലെ ഹീറോ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ശല്യം ഇല്ലാത്ത വലിയ ശല്യം. അതെ അതെ, അവരെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയം ഹീറോയിൻസ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത് സീരിയലിൽ. അപ്പൊ ഇവരും ആ ടൈമിൽ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ വേണം, പക്ഷെ എന്നാ വലിയ സ്റ്റാർ ആവരുത്. ആ ഒരു സസ്പെൻസ് ആയിരുന്നു ആ ക്യാരക്ടർ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആ വേഷം കിട്ടിയത്. അപ്പൊ എന്തായാലും രാജീവ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ. ഒരു ചലച്ചിത്ര താരമായിട്ട് പൂർണ്ണ 24 hours മാറിയിട്ട് നമുക്ക് ഒന്നുകൂടെ അഭിമുഖം ചെയ്യാം. സാറിപ്പി പറഞ്ഞ വാക്ക് ഈശ്വരൻ ഡയറക്റ്റ് കേൾക്കട്ടെ എന്ന്. ഭയങ്കര ബിസിയാ പുള്ളി. അല്ല, പക്ഷെ വലിയ ആൾക്കാർ പറഞ്ഞ കേൾക്കും. പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ വലിയ ആളാവണ്ടേ ആദ്യം. അർജുൻ ലക്ഷ്മി നാരായൺ, ഇത്ര നീളമുള്ള പേരിട്ടതാരാ? അത് ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ്. ആദ്യത്തെ പേര് മാറ്റിയോ? അല്ല, എന്റെ അച്ഛന്റെ പേര് ലക്ഷ്മി നാരായണൻ പോറ്റി എന്നാണ്. അപ്പൊ ഞാൻ ആ പോറ്റി എന്നുള്ളത് മാറ്റിയെടുത്തിട്ട് അർജുൻ ലക്ഷ്മി. കാലം പോയോ? കാലം പോയതല്ല, അത് ഇത്തിരി നീട്ടം കൂടുതൽ. സാർ ഇപ്പൊ തന്നെ നീട്ടം കൂടുതലാണ്. ഇതിനൊരു പോറ്റിയും കൂടെ ഇട്ട് ചിലപ്പോ നീട്ടം വലുതായിട്ട്. കല്യാണം കഴിച്ചോ? ഇല്ല സാർ. നന്നായി. അതിൽ ഭാര്യക്കൊക്കെ വിളിക്കാൻ ഭയങ്കര പാടുപെടും. അപ്പം ഏത് പേരിലായിരിക്കും കല്യാണം കഴിക്കുക? സാർ, കല്യാണം കഴിക്കണ ചിന്തിച്ചിട്ടേ ഇല്ല. വേണം, നല്ല കാര്യമാണ്. അതെ, ഒറ്റയ്ക്ക് ഇങ്ങനെ. അർജുൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ MBA കഴിഞ്ഞു. ഞാനിപ്പോ ഇപ്പൊ ജോൺ ഹോനായി എന്ന് പറഞ്ഞ സിനിമ ഷോ അഭിനയിച്ച് കഴിഞ്ഞു. ടൈറ്റിൽ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇപ്പൊ കിസ്മത്ത് എന്ന് പറഞ്ഞ പടം കഴിഞ്ഞ വർഷം ഇതുപോലെ പടം ചെയ്തു. ബുക്കിംഗ് തുടരുകയാണ്. അല്ല, ആഗ്രഹങ്ങളുണ്ട്, ചെറിയ ചെയ്യുന്നുണ്ട് സിനിമകൾ. ഇപ്പൊ അത്യാവശ്യം പടം ഉണ്ടല്ലേ? ഇതിൽ ആരാ ഓടാൻ പോകുന്നു? ആരോഗ്യമുള്ള ആരൊക്കെ? ഞാനൊന്ന് ഓടാമെന്നുള്ളൊരു തയ്യാറെടുപ്പിലാണ്. എന്തായാലും അത് പച്ച പിടിക്കും. ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് പോയിക്കോളൂ. ഇനി വേദിയിലേക്ക് വരുന്നു പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ താരം വീണ നായരും ഒപ്പം കലാപ്രതിഭയും കലാകാരനും പാട്ടുകാരനുമായ സ്വാതി സുരേഷ് ഭൈമി എന്ന സഹകാരി ഭർത്താവും. വീണ നായർ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പോൾ? സന്തോഷമായിട്ട് പോകുന്നു. അതെ, അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നതിന് ശേഷമാണോ അതോ? അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നതിന് ശേഷം കൂടുതൽ സന്തോഷമായിട്ട് പോകുന്നു. ഞാൻ ആലോചിക്കാത്തൊരു കാര്യം ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ഇദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ട് സഹകാരിയായ ഭർത്താവായിരിക്കുമെന്ന്.
സഹകാരിയാണോ? അതെ അതെ തീർച്ചയായിട്ടും. അല്ലെ പിന്നെ സഹകരണമൊക്കെ ഉണ്ടോ? കാരണം രണ്ട് കലാകാരന്മാർക്ക് ഒന്നിച്ച് ജീവിക്കാൻ വലിയ പാടായിരിക്കും. കൂടുതൽ തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ അനുഗ്രഹം കൊണ്ട് പ്രശ്നമില്ല. ആണല്ലേ? സുരേഷിന്റെ പേരിൽ ഒരുപാട് സംശയങ്ങൾ വരും. സ്വാതി, സുരേഷ്, പിന്നെ സാറിനൊരു പേര് ബൈമി, ഇതെന്തോ ഇതെല്ലാം? ഇതില് സ്വാതി എന്നുള്ളതാണ് എന്റെ യഥാർത്ഥ പേര്. ആ, സുരേഷ് എന്നുള്ളത് എന്റെ അച്ഛന്റെ പേരാണ്. ഭൈമി എന്നുള്ളത് ഭാര്യയുടെ പേരാണോ? അല്ല, ഭൈമി എന്നുള്ളത് എന്റെ അച്ഛന്റെ അമ്മയുടെ പേരാണ്, ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ പേരാണ്, വീട്ടുപേരാണ്. നാട്ടിലുള്ള പേരും കൂടി ഇട്ടിരുന്നെങ്കിൽ തനിക്ക് പേര് വിളിക്കാൻ ഇല്ല. ഭൈമി എന്നുള്ള പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. ഞാൻ മുഖസ്തുതി പറയില്ല കേട്ടോ, ഈ ബൈമി എന്നുള്ള പേര് സൂപ്പറാ. താങ്ക് യു. പലരും ഭാര്യ റെഫർ ചെയ്യാൻ വേണ്ടിയാ പറയുന്നെങ്കിലും ഈ ബൈമി എന്നുള്ള പേര് സൂപ്പറാണ്. അപ്പോൾ സഹകാരിയായിട്ട് തന്നെ നിൽക്കട്ടെ. വീണയുടെ എങ്ങനെയായിരുന്നു അരങ്ങേറ്റം? ഞാൻ ടെലിവിഷനിലാണോ സിനിമയിലാണോ ആദ്യം വന്നത്? ടെലിവിഷനിലാണ്. +2 പഠിക്കുമ്പോൾ കലാതിലകമായിരുന്നു. അപ്പോഴത്തേക്കിനും ആ വർഷത്തെ ഫോട്ടോ കണ്ടിട്ട് അരോമ മൂവീസിന്റെ സ്ത്രീത്വം എന്ന് പറഞ്ഞ സീരിയലിൽ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം കുറെ വർഷമായിട്ട് സീരിയൽ മാത്രം ചെയ്തു. വെള്ളിമൂങ്ങ ആദ്യമായിട്ടൊരു സിനിമ ചെയ്തു കഴിഞ്ഞ വർഷം. അതിനുശേഷം ഇപ്പൊ 4-5 പടങ്ങൾ ചെയ്തു. സുരേഷിന്റെ പാട്ടുമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ കറന്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലാണ്. കൊടൈക്കനാലാണ്. കൊടൈക്കനാൽ ടാൻസനൈറ്റ് ഹോസ്പിറ്റാലിറ്റിയുടെ ജനറൽ മാനേജർ ഇപ്പൊ വർക്ക് ചെയ്യുന്നു. അവിടെ വർക്ക് ചെയ്യാം. അതെ. അപ്പൊ ഈ പാട്ടൊന്നും നേരെ പോകുന്ന ലക്ഷണം ഇല്ല അവിടെ അല്ലേ? ഇല്ല, ആക്ച്വലി ഞാൻ വന്നതും എന്റെ ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തതും ഇതുപോലെ ഒരു സ്റ്റുഡിയോയിലൂടെ തന്നെയാണ്. ഒരു റിയാലിറ്റി ഷോയിലായിരുന്നു. പിന്നീട് ഞാൻ RJ ആയിട്ട് വർക്ക് ചെയ്തു. ഇതല്ല, കുവൈറ്റിലായിരുന്നു. അതിനുശേഷം ഒരു ചാനലിലേക്ക് വന്നു, ഖത്തറിലായിരുന്നു. അവിടെ കുറച്ചാൾ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നാട്ടിൽ വരുന്നത്. ഓക്കെ, നന്നായി. അപ്പം സുരേഷിന്റെ കരിയർ ഈ ഇതിൽ തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നന്നായിരിക്കട്ടെ സുരേഷ്. അപ്പൊ ഇതിൽ ആരോഗ്യമുള്ള ആരാണ്? അദ്ദേഹം തന്നെയാണ് ആരോഗ്യം. അനാരോഗ്യ അവസ്ഥയാണോ ഇടത് ഭാഗത്തുള്ളത്? അപ്പോ താങ്കൾ ഇങ്ങോട്ട് പോയിക്കോളൂ, ആരോഗ്യമുള്ളവൻ. വീണ അങ്ങോട്ട്. ഓക്കെ, റെഡി. ആദ്യത്തെ റൗണ്ട് വെൽക്കം റൗണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കള്ളൻ പവിത്രൻ എന്ന സിനിമയിൽ കള്ളൻ പവിത്രനായി അഭിനയിച്ച നടൻ ആരാണ്? ഓപ്ഷൻ എ ഭരത് ഗോപി, ഓപ്ഷൻ ബി മാള രവീന്ദ്രൻ, ഓപ്ഷൻ സി നെടുമുടി വേണു, ഓപ്ഷൻ ഡി കുഞ്ചൻ. ആരാണ്? രാജീവാണ് ബസ്രാമർത്തിയിരിക്കുന്നത്. ആരാണ് രാജീവ്? നെടുമുടി വേണു. നെടുമുടി വേണു. ആ സിനിമ കണ്ടതാണോ രാജീവ്? കണ്ടിട്ടുണ്ട്. കുറെ മുമ്പ് കണ്ടിട്ടുള്ളത്. വർഷങ്ങൾ കുറെ പഴകിയ സിനിമയാണ്. കുറച്ച് അന്ന് വളരെ പ്രശസ്തമായ ഒരു സിനിമയായിരുന്നു. അടൂർ ഭാസിയൊക്കെ അഭിനയിച്ചൊരു സിനിമയാണ് കള്ളൻ പവിത്രൻ എന്നുള്ള ചിത്രം. അവിടെ സന്തോഷം നോക്കിയാൽ ഞാൻ ക്യാൻസർ അടിച്ചതുള്ളൊരു വീണയ്ക്ക് ഉറപ്പാണോ? വേണുസാറാണെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. എന്റെ പക്ഷേ കറക്കിക്കുത്തായിരുന്നു കേട്ടോ. കറക്കിക്കുത്തായിരുന്നു. അപ്പോൾ രാജീവ് ഓർമ്മയിൽ നിന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഈ പെശക് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? കാരണം ഇങ്ങനെ ഒരു പെശക് ആദ്യമേ പറയേണ്ടി വന്നതിൽ വിഷമം തോന്നുന്നുണ്ടോ രാജീവ്? തെറ്റാണെങ്കിൽ വിഷമം തോന്നും. ശരിയാണെങ്കിലോ? ശരിയാണെങ്കിൽ സന്തോഷം. എങ്കിൽ പിന്നെ സന്തോഷിച്ചോളൂ. ഉത്തരം ശരിയാണ്. നെടുമുടി വേണുവാണ് കള്ളൻ പവിത്രനായി അഭിനയിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ഒരു 25 കഥാപാത്രങ്ങൾ എടുത്താൽ അതിൽ ഒരാൾ കള്ളൻ പവിത്രനാണ്. അപ്പോൾ നമുക്ക് ജോലിയായി. അർജുൻ വരൂ, ജോലിയായി. അർജുൻ, 10 സെക്കൻഡ് ഉണ്ട്. ഇവിടെ മിക്ക പ്രൈസസും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലുലു കണക്ട് ആണ്. നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ ടാസ്ക് എന്ന് പറയുമ്പോൾ ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിക്കണം. എന്നിട്ട് വിത്തിൻ 10 സെക്കൻഡ്സ് ഈ നിലവറയ്ക്കകത്ത് കയറി ഇവിടുന്ന് ഇഷ്ടമുള്ള അത്ര ഗിഫ്റ്റ്സ് എടുത്തിട്ട് വെളിയിൽ കിടക്കണം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, എടുക്കുന്ന ഗിഫ്റ്റ് യെല്ലോ റിബൺ വെച്ച് കെട്ടിയിരിക്കുന്നതായിരിക്കണം. കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ടാസ്ക് ആരംഭിക്കാവുള്ളൂ. 1 2 3. യെല്ലോ റിബൺ വെച്ച് കെട്ടിയിരിക്കുന്നതായിരിക്കണം. ഡോർ ക്ലോസ് ആവുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി പാകിസ്ഥാൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ. രാജീവ് ഏതാണ്? റഷ്യ എന്നാ പറഞ്ഞിരിക്കുന്നത്. വീണയ്ക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? വീണയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല ചോദ്യം. എന്നാലും ഞാൻ ചൈനയാണ് വിചാരിച്ചിരുന്നത് അല്ലേ? അതെന്താ ചൈന വിചാരിക്കാൻ കാര്യം? ചൈനീസ് സാധനങ്ങൾ മാർക്കറ്റിലുണ്ടായത് അതുകൊണ്ടല്ല, നമ്മുടെ രാജ്യത്തിന് തൊട്ടടുത്താണല്ലോ. അപ്പൊ പിന്നെ ചൈനക്കാണല്ലോ ചോദ്യം അതാണ്. അങ്ങനെയൊക്കെ വെച്ചിട്ട് രാജീവ് പറഞ്ഞ ഉത്തരം തെറ്റാണ്.
ഇന്ത്യക്കും റഷ്യക്കുമായി അതിർത്തി പങ്കിടുന്നില്ല. റഷ്യ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള രാജ്യവുമല്ല. എന്നാൽ വീണ പറഞ്ഞ ഉത്തരം ശരിയാണ്. അയ്യോ, ചൈനയായിരുന്നു ശരി ഉത്തരം. അപ്പൊ വീണ വിജ്ഞാനിയാണെന്ന് മനസ്സിലായി. ചൈനയാണ് ശരി ഉത്തരം. ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ചൈന തന്നെയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഏറ്റവും കൂടുതൽ പേരുടെ മാതൃഭാഷയായ ദ്രാവിഡ ഭാഷ ഏതാണ്? ഓപ്ഷൻ എ തമിഴ്, ഓപ്ഷൻ ബി തെലുഗു, ഓപ്ഷൻ സി കന്നഡ, ഓപ്ഷൻ ഡി മലയാളം. വീണയ്ക്ക് എന്നെ സംശയം. എനിക്ക് രണ്ടെണ്ണം തമിഴാണോ തെലുഗാണോ കന്നഡയാണോ മലയാളമാണോ? എനിക്കിതിനകത്ത് രണ്ടെണ്ണം ഡൗട്ട് ഉണ്ട്. പക്ഷെ ഒരെണ്ണേ പറയാൻ പറ്റും. അതാണ് പ്രശ്നം. രണ്ടെണ്ണം ഡൗട്ടും രണ്ടെണ്ണം ശരി ഉത്തരവാ. അതെ, അങ്ങനെയാണ് പ്രശ്നം. ശരി ഉത്തരം അല്ലല്ല, ഞാൻ പറയാം വീണയുടെ കാൽക്കുലേഷൻ പറഞ്ഞതാ. ഇത് ഏറ്റവും കൂടുതൽ ആൾ സംസാരിക്കുന്നവരുടെ മാതൃഭാഷയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. തമിഴ് ഇരിക്കട്ടെ. തമിഴ് ഉറപ്പിക്കുക. തമിഴാ വീണയുടെ രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടെണ്ണം പറഞ്ഞില്ല. ഞാൻ രണ്ടാമത്തേത് മലയാളമാണ്. മലയാളം മറക്കരുതല്ലോ. അപ്പോ വീണ രണ്ടും തെറ്റാണ്. ആണോ? കാരണം ഉത്തരം തെലുങ്കാണ്. ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ടാണ്. പോണ്ടിച്ചേരിയുടെ ഭാഗമായ ഒരു സ്ഥലത്തും യാനത്തിലും സംസാരിക്കുന്ന ഭാഷ തെലുങ്കാണ്. അപ്പോൾ തെലുങ്കാണ് ദ്രാവിഡ ഭാഷയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മാതൃഭാഷ. അടുത്ത റൗണ്ട് IQ റൗണ്ട്. നമ്മളപ്പോ ഒന്ന് IQ ചെക്ക് ചെയ്യാൻ പോവാ. വീണ എങ്ങനെയാ IQ ഒക്കെ എങ്ങനെയാ? നമ്മുടെ IQ-നെ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാതി പറയുന്നവരാ? സ്വാതിയാണോ? ഇല്ല, അങ്ങനെ പരാതി ഒന്നും പറയത്തില്ല. പരാതി മനസ്സിൽ അടക്കുകയായിരിക്കും പുള്ളിക്കാരൻ ചില പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, അതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. നിറയെ ദ്വാരങ്ങളുള്ളതും പക്ഷെ വെള്ളം ശേഖരിക്കാൻ കഴിയുന്നതുമായ വസ്തു ഏതാണ്? വീണയാണ് പറഞ്ഞിരിക്കുന്നത്. നിറയെ ദ്വാരങ്ങളുണ്ട് പക്ഷെ വെള്ളം ശേഖരിക്കാൻ പറ്റുന്ന വസ്തു. ഒരുപാട് ദ്വാരമുണ്ട് പക്ഷെ നമുക്ക് വെള്ളം ശേഖരിക്കാൻ പറ്റും. സ്പോഞ്ച്. എന്റെ അമ്മ. സത്യം പറയട്ടെ സാർ, നമ്മള് വീട്ടിലിരുന്ന് ഈ പ്രോഗ്രാം കാണുമ്പോ എന്താ ഇവരിങ്ങനെ പറഞ്ഞൂടെ? ഇവിടെ വന്നിട്ട് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഇവിടെ വന്നിട്ട് നോക്കിട്ടേ ഫുള്ള് ബ്ലാങ്കാ. അതല്ലേ? അത് ഈ ചെറിയ കണ്ണിന്റെ പ്രശ്നം. അത് മറ്റേ വലിയ സ്ക്രീനിലല്ലേ കാണുന്നത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴേ അതും പിന്നെ ഈ ബാക്കിലുള്ള ഈ ഭീമാകാര നിലവറി അതൊക്കെ മുഴുവൻ ആലോചിച്ചാൻ തോന്നുന്നു. അതിനകത്ത് ഇത്രയും ഒരു കോടിയുടെ സാധനം, ഒരു കോടിയുടെ വസ്തുക്കളാ താഴെ ഇരിക്കുന്നേ. വരൂ. ഇപ്പൊ മനസ്സിലായല്ലോ ഭാര്യയെ കൊണ്ടുള്ള പ്രയോജനങ്ങളുണ്ടെന്ന് അല്ലേ? അപ്പൊ ഇത് 20 seconds ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് സെപ്പറേറ്റ് ദ ബോൾസ്. ഈ ടാസ്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ഒരു ഗ്രീൻ റിബൺ വെച്ച് കെട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലുലു കണക്ട്. ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോക്സിൽ ഫുൾ ഓഫ് ബോൾസ് കാണാം, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളത്. ഇവിടെ 3 കുഞ്ഞു ബോക്സുകളും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് 3 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബോൾസ് വെച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ബോളിൻ്റെ അതേ കളറിലുള്ള 5 ബോൾസ് ഓരോ ബോക്സിലുമായിട്ട് ഇടണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഗിഫ്റ്റ് എടുത്ത് 20 സെക്കൻഡ്സിനുള്ളിൽ വെളിയിൽ കടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആകുകയുള്ളൂ. ആദ്യം ബാറ്റണിനെ ഏൽപ്പിക്കണം. 1 2 3 വേഗം ആയിക്കോട്ടെ. ആദ്യം ബാറ്റൺ ഇവിടെ വന്നത് വേണം ടാസ്ക് ചെയ്യാൻ. 5 ഇത് ഇവിടെ ഓറഞ്ച് ആണ്. അടുത്തത് 1 2 3 4 5 ഇവിടെ ഒന്നുകൂടെ ഗ്രീൻ റിബൺ. വേഗം വെളിയിൽ കടന്നു. 20 സെക്കൻഡേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഈ കാലഘട്ടത്തിൽ വിവാഹമോചനങ്ങൾ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? രാജീവേ, വിവാഹമോചനങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം ഒരു കുസൃതി ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ നമ്മൾ ലോജിക്ക് ആലോചിച്ച് വശംവദരാകരുത്. ലോജിക്കുണ്ട്, പക്ഷേ കുസൃതി ചോദ്യം ചതിക്കുഴികൾ. കൂടുതൽ കല്യാണം നടക്കുന്നതുകൊണ്ടാണ്. വിവാഹങ്ങൾ ഉണ്ടെങ്കിലല്ലേ വിവാഹമോചനം നടക്കൂ. ഞാൻ വിചാരിച്ചു രാജീവ് നമ്മുടെ നാട്ടിൽ സ്ത്രീധന മരണവും എന്നൊക്കെ പറഞ്ഞ് പറയാൻ പറ്റും. അതല്ലേ? അത് നന്നായി. വിവാഹങ്ങൾ നടക്കും. വിവാഹങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് വിവാഹമോചനം ഉണ്ടാകുന്നത്. അർജുൻ വരൂ. സർ, അർജുനൊരു കല്യാണം ആശംസിക്കുന്നു ഞാൻ. 20 സെക്കൻഡ് ഉണ്ട്. വേണ്ടല്ലേ? അർജുന് ഭയങ്കര പേടിയാന്ന് തോന്നുന്നു കല്യാണം കഴിക്കാൻ. 20 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ രസകരമായ ടാസ്ക് ആണ് ബ്ലൂ ബലൂൺ.
ഇവിടെ ഒരു പെഡലുണ്ട്, ഇതിൽ ആഞ്ഞ് ചവിട്ടണം. ഇതിൽ ആഞ്ഞ് ചവിട്ടുമ്പോഴത്തേക്കും ഈ ബലൂൺ ഇതുപോലെ വലുതാവും. അതിങ്ങനെ വലുതായി ഇതാ ഇവിടെ ഒരു നീഡിലുണ്ട്, അതിൽ തട്ടി പൊട്ടിയാൽ മാത്രമേ ഗിഫ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഗിഫ്റ്റ് ഗ്രീൻ റിബൺ കിട്ടിയിരിക്കുന്നതാണ്. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലുലു കണക്ട്. 1 2 3 യാ ഓക്കേ യാ അർജുൻ യാ അർജുൻ യാ ഓക്കേ റെഡി ആഞ്ഞ് ചവിട്ടിക്കോ. 20 സെക്കൻഡ്സ് ഉള്ളൂ. നല്ലോണം ഗ്രീൻ റിബൺ വെച്ച് കിട്ടിയിരിക്കുന്നത്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മനുഷ്യ ശരീരത്തിൽ സ്വയം പേരിട്ട ഒരേ ഒരു അവയവം ഞാനാണ്. ആരാണ് ഞാൻ? മനുഷ്യ ശരീരത്തിൽ സ്വയം പേരിട്ട ഒരേ ഒരു അവയവം ഞാനാണ്. ആരാണ് ഞാൻ? നാവ്. അല്ല. നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഒരു അവയവം തന്നെയാണ് പേരിടുന്നത് സാധാരണ. നാവല്ലേ? നാവാ ജോലി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ വീണ ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞു. ഉത്തരം എന്തായാലും രാജീവ് പറഞ്ഞു കഴിഞ്ഞു. അതൊന്നുമല്ല, കണ്ണും നാവും ഒന്നുമല്ല. കുസൃതി ചോദ്യമാണോ? കുസൃതി ലോജിക്കൽ ക്വസ്റ്റ്യനാണ്. കുസൃതി ചോദ്യം. സ്വയം പേരിട്ട ഒരേ ഒരു അവയവം. അതായത് നമ്മുടെ ശരീരത്തിൽ സ്വയം പേരിട്ട ഒരേ ഒരു അവയവം തലച്ചോറാണ്. രാജീവ്, തലച്ചോറാണ് ശരി ഉത്തരം. ബ്രെയിനാണ് എല്ലാ അവയവങ്ങൾക്കും പേരിട്ടിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും പേരിട്ടിരിക്കുന്നതും സ്വയം പേരിട്ടതും തലച്ചോറാണ്, ബ്രെയിനാണ്. അടുത്ത റൗണ്ട് ദൃശ്യം റൗണ്ട്. രാജീവേ, സിനിമയിലേക്ക് അഭിനയിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സിനിമയിൽ നമ്മൾ ഒരുപാട് ആഗ്രഹമായിട്ട് ഇന്ന സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ ഫസ്റ്റ് ത്രില്ലിംഗ് ആണ്. നമുക്ക് എപ്പോഴും ഇവര് നമ്മൾ സ്ക്രീനിൽ കണ്ട ആൾക്കാർ നമ്മുടെ അടുത്തിരുന്ന് നമ്മളോട് ഡയലോഗ് പറയുന്നത് അതിന്റെ ഒരു ത്രില്ലുണ്ട്. വീണ സിനിമയിൽ ചെന്നപ്പോൾ എന്ത് തോന്നി? ശരിക്കും സിനിമ ഒരു നല്ല തട്ടകമായിട്ട് തോന്നിയോ അതോ സിനിമ എല്ലാവർക്കും ചെയ്യാൻ, സീരിയൽ ചെയ്യുന്ന എല്ലാവർക്കും സിനിമ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറെ ഒന്ന് വൈകിയെന്ന് മാത്രം. കുറച്ചാൾ പിന്നെ കിട്ടാണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സിനിമയൊന്നും വേണ്ട, സീരിയൽ തന്നെ മതി എന്ന് വിചാരിച്ചു അങ്ങനെ പോകും. അപ്പോഴാണ് ജിബു ജേക്കബ് വെള്ളിമുങ്ങയിലേക്ക് വിളിക്കുന്നത്. പടം ചെയ്യാൻ പോയത് ഒരു പോക്കായിരുന്നു അല്ലേ? വെള്ളിമുങ്ങ എപ്പോഴും ഐശ്വര്യത്തിൻ്റെതല്ലേ പറയുന്നത്? അതെ 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 അതെ, എനിക്ക് ഭാഗ്യമൂങ്ങ തന്നെയായിരുന്നു. അതുവരെ മൂങ്ങയെ പോലിരുന്നു. അത് കഴിഞ്ഞ് അല്ല, മൂങ്ങയെപ്പോലിരുന്നു മീൻസ് ഞാനത് ഭയങ്കര ഡിമാൻഡ്. ഈ വെള്ളിമുങ്ങേനെ ഇവിടുന്ന് കടത്തുന്നത് ഭയങ്കര ശിക്ഷയാണ് ഇപ്പോ. അപ്പൊ ശ്രദ്ധിച്ചോളൂ. കേട്ടിട്ടുണ്ട് ഞാൻ. ഒരു കാര്യം, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. മോണിറ്റർ ശ്രദ്ധിക്കൂ, ഒരു ദൃശ്യം കാണിച്ചു തരുന്നു. ഈ ദൃശ്യം കണ്ടല്ലോ രാജീവ്? ചോദ്യം ഇതാണ്: ചരിത്രത്തിൽ ആദ്യമായി 11 ഓസ്കാർ നേടിയ ചിത്രമാണ്. ഏതാണ് ചിത്രം? ക്ലൂ ഉണ്ടോ അതിന്? ഇത് 59 വന്ന ചിത്രമാണ്. ഭയങ്കര ഫേമസ്. ശരിയാണ്, പാസ് ചെയ്യാം. അതായത് രാജീവ് തെറ്റിച്ചാൽ വീണ നായർക്ക് കിട്ടും അവസരം. അതായത് രാജീവ് തെറ്റിച്ചാലേ ഉള്ളൂ, തെറ്റിച്ചില്ലേ പാസ് ചെയ്യില്ല. ബെൻഹർ. ഓ, ഉത്തരം ശരിയാണ്. അപ്പൊ നാവിന്റെ തുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഉരുണ്ടോട്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. വില്യം വെയിലർ സംവിധാനം ചെയ്ത 1959 ഇറങ്ങിയ ബെൻഹർ എന്ന ചിത്രമാണ് ആദ്യമായിട്ട് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് 11 ഓസ്കാറുകൾ കരസ്ഥമാക്കി. അപ്പൊ രാജീവ്, ഇവിടെയുള്ള ഒരു പ്രത്യേകത 30 സെക്കൻഡ് ഉണ്ട്. 30 സെക്കൻഡ് ഉണ്ട്. സാധനങ്ങൾ വരൂ. ഓ എന്റെ പോറ്റി. അപ്പോ 30 സെക്കൻഡ് ഉണ്ട്. ബി കെയർഫുൾ. ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു സ്വിമ്മിംഗ് മെഷീനാണ്. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം. ഈ ടാസ്ക് ആണ് ബിഹൈൻഡ് ദ വാൾ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബിഹൈൻഡ് ദ വാൾ, അതായത് ഈ വാളിന്റെ ബാക്കിൽ വന്ന് നിന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് നോക്കാതെ വേണം ഈ ടാസ്ക് ചെയ്യാൻ. ഇവിടെ കുറേ റിംഗ് ഗ്ലാസസ് ഉണ്ട്. ഒന്നിൻ്റെ മുകളിൽ ഒന്നായി ഇവിടെ ഇരിക്കുന്ന എല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ. ആദ്യം ബാറ്റണിനെ ഏൽപ്പിച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഗിഫ്റ്റ് എടുത്ത് വെളിയിൽ കടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആകുകയുള്ളൂ. റെഡി ആയിക്കോളൂ. റെഡിയാണല്ലോ? നമ്മുടെ സമയമായോ?
ആയി. വൺ ടു ത്രീ. ആദ്യം ബാറ്റൺ നേരെ പുറകിലേക്കോ നോക്കാതെ അറേഞ്ച് ചെയ്യണം. വേഗം താഴ്ത്തി വേണം വെക്കാൻ. എന്നിട്ട് ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ തിരിച്ചു വെക്കണം. ബാക്കിലൂടെ കഷ്ടപ്പെട്ട് വെച്ചിട്ട് ഓടിപ്പോയി വേഗം. ഇനി മോണിറ്റർ ശ്രദ്ധിക്കുക, ഒരു സ്റ്റില്ലാണ്, ഒരു നിശ്ചല ചിത്രം. പിൽക്കാലത്ത് വളരെ പ്രശസ്തനായ ഒരു കായിക താരമായി മാറിയ ഒരാളിന്റെ ചിത്രമാണ്. ആരാണ്? അല്ല, ഞാൻ കണ്ടപ്പോ ഈ ഭംഗി കണ്ടപ്പോ ഞാൻ ഒരാളെ വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും ഒരു ഡൗട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഇപ്പോഴും ക്രിക്കറ്റിലുണ്ടോ ആള്? ഉണ്ട് ഉണ്ട്. ഉണ്ട്. പേരറിഞ്ഞോളൂ. ഞാൻ പറയാം പ്ലീസ്. മാമ ഇക്കടരാജേട്ടാ തരാം ഞാൻ. എനിക്ക് അറിയാന്നേ, പരസ്യത്തിൽ എപ്പോഴുണ്ട് മറ്റേ ഇതിന്റെയൊക്കെ പരസ്യത്തിൽ. പക്ഷെ എനിക്ക് പേരും കൂടെ കിട്ടണില്ല. അയ്യോ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ഞാൻ പറഞ്ഞ പോലെ പറയാം. മറ്റേ ഇങ്ങനെയൊക്കെ മുടിയൊക്കെ ഇങ്ങനെ അതാണ് ആള്. ആളെനിക്കറിയാം. വിരാട് കോഹ്ലി. എന്നറിയോ ബാല്യകാല ചിത്രമാണ് നമ്മൾ കണ്ടത്. വിരാട് കോഹ്ലിയാണ്. സ്വാതി, ഇപ്പൊ ഭാര്യയുടെ ഒരു ബഹുമാനം തോന്നില്ലേ? അല്പം ലേറ്റ് ആയാലും ബുദ്ധിവൈഭവം പുറത്തു വരുമെന്നുള്ളത് അല്ലേ? അല്ല സാർ, എന്നാന്നറിയോ, ഈ മാത്രമല്ല അറിയാൻ വയ്യാത്തോണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡുകൾ തകർന്നു വീഴാൻ സാധ്യതയുള്ള ഒരാളെന്ന നിലയിലാണ് ക്രിക്കറ്റ് ലോകം അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 30 സെക്കൻഡ് ഉണ്ട്, താങ്കൾ വരൂ. 30 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് സ്റ്റിക്ക് ദ ബോൾ. ഇവിടെ 8 ബോൾസ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മിനിമം 3 എണ്ണമെങ്കിലും ഇവിടെ വന്നിരുന്ന് കൈ ബാക്കി കെട്ടി, കൈ യൂസ് ചെയ്യാതെ ഓരോ ബോളായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഊതുമ്പോൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അതാണ് ഗെയിം. ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എടുത്തില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ 3 ബോൾസെങ്കിലും സ്റ്റിക്ക് ചെയ്യിപ്പിച്ചാൽ മാത്രമേ ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിന് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു സ്പീക്കർ സിസ്റ്റമാണ്. അതും എടുത്ത് വെളിയിൽ കടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആകുകയുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ടാസ്ക് ആരംഭിക്കൂ. Okay, 1 2 3. റെഡി. ഓരോ ബോൾസ് ആയിട്ട് ചെയ്യാവുള്ളൂ. ഓരോ ബോൾസ് ആയിട്ട് പതുക്കെ മതി. 3 എണ്ണമെങ്കിലും സ്റ്റിക്ക് ചെയ്യിപ്പിച്ചാൽ മതി. പതുക്കെ. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. രാജീവ്, ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ഒരു ഓഡിയോ നിങ്ങൾ കേൾക്കും. തലയ്ക്ക് മുകളിൽ ഓഡിയോ കേൾക്കുന്നു. അഴകാന നീലി വരും, പരുപോലെ ഓടി വരും, കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട, നീ കാണാതെ ഇന്ന് വരും ടോണിക്കുട്ട. എന്തുവാണെന്ന് വെച്ചാൽ കൈയമർത്തി ചോദ്യം ചോദിച്ചില്ല. എന്ത് ചോദിച്ചാലും അറിയാൻ പറ്റും. അറിയാം? ഉറപ്പാണോ രാജീവ്? ഉറപ്പാണോ? അതിനെക്കുറിച്ച് എന്ത് ചോദിച്ചാലും അറിയാൻ പറ്റും. അങ്ങനെയല്ല, എന്നാലും പറഞ്ഞു സാർ, ടെൻഷൻ എടുപ്പിക്കല്ലേ. ഈ പാട്ട് എഴുതാരാ അറിയാവോ? ഈ പാട്ട് എഴുതിയ ആരാണ്? അറിയില്ലല്ലോ. അങ്ങനെ ചോദ്യം അതല്ല. ചോദ്യം അതല്ല. ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? ഭീകര രൂപിയായിട്ട് വില്ലത്തിയായിട്ട് നിൽക്കുന്നത്.
പറയൂ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ലാലേട്ടന്റെ പടം. ആ, ആരാ പാടിയിരിക്കുന്നത്? ഇന്നസെന്റ് സാർ. ആ, പടത്തിന്റെ പേരാണ് പറയേണ്ടത്. ഇതിനെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആദ്യത്തെ ഒരു അവകാശവാദം ഉന്നയിച്ച് ഇന്നസെന്റ് ഏട്ടൻ പാടിയതാണ് പാട്ട്. അറിയില്ലേ? നമ്പർ 20 മദ്രാസ് മെയിൽ അല്ലേ? അതിലത്തെ പാട്ടാണോ അത്? അതിൽ പാടണേ ഉള്ളൂ. അതെ, അതിൽ പാടണേ ഉള്ളൂ. ആ പാട്ടൊന്ന് പാടൂ നോക്കട്ടെ. നീലിമയിൽ ടോണിക്കുട്ടാന്ന് വിളിക്കുന്ന ലാലേട്ടനല്ലേ? അല്ല, ആ ഇന്നസെന്റ് അഭിനയിക്കുന്നത് അഭിനയിച്ച് പാടുന്നില്ലേ കൊച്ചു നല്ലത്? അല്ല, ആദ്യം ഇവിടെ ഒന്ന് മുറുക്കി പിടിച്ചോട്ടെ. അഴകാന നീലിമയിൽ പാടു പാടു. ടോണിക്കുട്ടാ അല്ലേ സാർ? അല്ല, പറ്റില്ല, നല്ലെന്ന് പറയില്ല. പിന്നെ അതിന് ശേഷം വന്നിട്ടുണ്ട് വേറൊരു സിനിമയിലൂടെ. ഏത് സിനിമയിലാ വന്നത്? ഏത് സിനിമയിലാ ശേഷം വന്നിട്ടൊന്നുമില്ല. ഒന്ന് എവിടെ വന്നു? അല്ല, അതുപോലെ തന്നെ വന്നു സജി സുരേന്ദ്രൻ. ആ സിനിമ തന്നെ കണ്ടതാ. അതേ സിനിമ തന്നെ പിന്നെ കണ്ടതാണ്. അത് വീണ്ടും കാണിച്ചതാ. നമ്പർ 20 ടിവിയിൽ സ്ഥിരം വരുന്നുണ്ട്. ഹസ്ബൻഡ്സ് ഇൻ ഗോവയില് അതിന്റെ ഒരു ചെറിയൊരു പീസ് വന്നില്ലേ? ആ, ചെറിയ പീസ് വന്നിട്ടുണ്ട്. പീസ് വന്നായിരുന്നു അല്ലേ? ഓക്കെ, ഉത്തരം ശരിയാണ്. നമ്പർ 20 മദ്രാസ് മെയിലാണ് ശരി ഉത്തരം. ഈ ഇന്നസെന്റ് ചേട്ടൻ പാടിയ അനശ്വരമാക്കിയ പാട്ടാണ്. ടോണിക്കുട്ടന്റെ പാട്ട് കൊള്ളാമായിരുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, സ്വാതി വരൂ. താങ്കൾക്ക് എത്ര സെക്കൻഡ് ഉണ്ടെന്ന് അറിയാലോ? 30 സെക്കൻഡ് ഉണ്ട്. ആവശ്യത്തിനുള്ള സമയമുണ്ട്. ആക്രാന്തം വേണ്ട. ഇഷ്ടംപോലെ സാധനങ്ങൾ എടുക്കാനുള്ള സമയം. ലുക്ക് അറ്റ് ദ മോണിറ്റർ. ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഈ കൂളറാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ്. 30 സെക്കൻഡ്സ് ലഭിക്കുന്ന ഈ കളർഫുൾ ടാസ്ക് ആണ് മാച്ച് ദ കളേഴ്സ്. ഇവിടെ നോക്കുവാണെങ്കിൽ നടുക്കൊരു ഡിസ്കും ചുറ്റും 5 കളർഫുൾ ഡിസ്കും കാണാം. ഈ നടുക്കുള്ള ഡിസ്കിലെ കളറിനെ ബേസ് ചെയ്ത് വേണം ചുറ്റുമുള്ളതൊക്കെ അറേഞ്ച് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ റെഡ് ആണ് ഇതിൻ്റെ അറ്റത്ത്. തൊട്ട് താഴെയുള്ള ഡിസ്കിൻ്റെ റെഡ് ഭാഗവും ഇതിനോട് ചേർത്ത് തന്നെ വെക്കണം. എന്നിട്ട് സൈഡിലുള്ള ഡിസ്കുകളുടെ കളറും ഈ ഡിസ്കിൻ്റെ സൈഡിലുള്ള കളേഴ്സും കൂടെ മാച്ചിങ് ആവണം. അങ്ങനെ ഇവിടെയുള്ള എല്ലാ ഡിസ്കും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഗിഫ്റ്റ് എടുത്ത് വെളിയിൽ കടന്നാൽ മാത്രമേ ടാസ്ക് കംപ്ലീറ്റ് ആകുകയുള്ളൂ. 1 2 1 2 1 2 3 റെഡി റെഡി. എല്ലാം ചെയ്തോ? ഇതും സെയിം ചെയ്യാം. എല്ലാം മാറ്റാം കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ പർപ്പിൾ തന്നെ വരണം കേട്ടോ. അല്ല, ഇവിടെ റെഡും ഇവിടെ പർപ്പിളും വന്നതിന് ശേഷം കോംപ്ലക്സ് ആയിട്ടാണ് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ച് അടുത്ത റൗണ്ട് ജ്ഞാനം റൗണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഈ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 ചോദ്യങ്ങളുണ്ടാവും. 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടാളിയുമായിട്ട്, നിങ്ങളുടെ അംബാസഡറുമായിട്ട് ചർച്ച ചെയ്യാം. അംബാസഡറെ വിളിച്ച് അരികെ നിർത്തിയിട്ട് രണ്ടുപേരോട് ചർച്ച ചെയ്ത് ബസറമർത്തി ഒരു ഉത്തരം പറയാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ഹെർമൻ ഗുണ്ടറ്റ്, ഓപ്ഷൻ ബി വാസ്കോ ഡി ഗാമ, ഓപ്ഷൻ സി വില്യം ലോഗൻ, ഓപ്ഷൻ ഡി മാസ്റ്റർ റാൽഫ് ഫിച്ച്. യെസ് ഡൺ. ഈശ്വര, ഹെർമൻ ഗുണ്ടറ്റാണോ, വാസ്കോ ഡി ഗാമയാണോ, വില്യം ലോഗനാണോ, മാസ്റ്റർ റാൽഫ് ഫിച്ച്? ആ വിജ്ഞാനിയെ വിളിച്ചു വരുത്തി ഒന്ന് ചർച്ച ചെയ്യൂ. വിജ്ഞാനി വരട്ടെ. വിജ്ഞാനി വരൂ വരൂ. ഇതുവരെ ഓടിത്തളർന്ന് നിൽക്കുകയായിരുന്നു. മലബാർ എന്ന് പറയുമ്പോ ഈ ആ ഏരിയല്ലേ, കോഴിക്കോടും അപ്പൊ വാസ്കോഡഗാമ ഈ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ മലബാറായിട്ട് കുറച്ച് ബന്ധമുള്ള കക്ഷി വാസ്കോഡ. പുള്ളി ഇങ്ങനെ എഴുതുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ബന്ധമുണ്ട് പുള്ളിക്ക്. ഇറങ്ങിയായിരുന്നു. പുള്ളി വന്നിറങ്ങി ഉടനെ എഴുതിയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. വേറൊരു സ്ഥലത്ത്. അപ്പോ ഇതിന്റെ അപകടം അറിയാലോ. രണ്ടുപേർക്കും അറിയില്ലെങ്കിൽ കളി നമ്മള് മതിയാക്കൂടെ. അപ്പൊ ചേട്ടൻ പറഞ്ഞ് കണ്ണേട്ടിറങ്ങി പോരുവാ. കണ്ണേട്ടെങ്കിൽ പോരെ. കണ്ണേട്ട അവിടെ നിന്ന് ഇവിടെ ആലോചിച്ച് അല്ലല്ല, കണ്ണേട്ട അവിടെ നിന്ന് ആരാ നോക്കിക്കിടും. അതെ അതെ അതെ, അവിടെ നിന്നു. അപ്പൊ നമ്മള് കയറാൻ പോവാണ്. അതിനകത്തോട് കയറാൻ പോകുന്നു പറഞ്ഞാൽ പിന്നെ ഒരു ഊഴം കൂടെ ഉള്ളൂ.
അപ്പൊ ഉത്തരം തെറ്റാണ്. രാജീവ് പറഞ്ഞ ഉത്തരം തെറ്റാണ്. വാസ്കോഡഗാമ അങ്ങനെ പുസ്തകം എഴുതിയിട്ടില്ല. എന്നാൽ പോർച്ചുഗീസ് ആണ്. ഇത് ഇംഗ്ലീഷിലുള്ള പുസ്തകമാണ്, മലബാർ മാനുവൽ എന്ന് പറയും. സി വില്യം ലോഗൻ. ഓ, ഉത്തരം ശരിയാണ്. താൻ കെട്ടിയതൊരു ചില്ലറക്കാരനല്ല കേട്ടോ, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അതായത് 20 കൊല്ലത്തെ ഗവേഷണത്തിന് ശേഷം മലബാർ കളക്ടറായിരുന്ന ലോഗൻ 1887 തയ്യാറാക്കിയ ഗ്രന്ഥമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആധികാരികമായ ചരിത്ര ഗ്രന്ഥമായി കാണുന്നത്. ലോഗന്റെ മലബാർ മാനുവലാണ്. ലോഗന്റെ മലബാർ മാനുവൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രണ്ടാമത്തെ ചോദ്യമില്ല. അപ്പോൾ ഒരു ടെൻഷൻ അടിക്കണ്ട, കിട്ടും. 40 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് ബാസ്കറ്റ് ബോൾ. നമുക്ക് എല്ലാവർക്കും ബാസ്കറ്റ് ബോൾ കളിക്കാൻ ഇഷ്ടമാണല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ മിനിയേച്ചർ ബാസ്കറ്റ് ബോൾ ആണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. 5 ബോൾസ് ഉണ്ട്. 5 ബോൾസ് ആ വൈറ്റ് സ്പോട്ടിൽ നിന്ന് എറിയുമ്പോഴത്തേക്കും ഒരു ബോളെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ബാസ്കറ്റിനകത്ത് വീണാൽ ഇവിടെ വരുന്ന സ്മാർട്ട് അംബാസഡറിനെ കാത്തിരിക്കുന്നത് ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. 1 2 3. എന്റെ ഫോണ് പൊട്ടിയിരിക്കട്ടോ. ശ്രദ്ധിച്ചോരണം വീണ്ടും മതി. 40 സെക്കൻഡ് ഉണ്ട്. ഓടിപ്പോയി 40 സെക്കൻഡ്സ് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ്? ഓപ്ഷൻ എ പത്തനംതിട്ട, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി പാലക്കാട്. വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, പാലക്കാട്. ആലപ്പുഴയിൽ വെളുത്തുള്ളി കൃഷി ഇല്ല അല്ലേ? പാലക്കാടും വരില്ല. ആ, അവിടെ വെളുത്തുള്ളി കൃഷി ഇല്ലേ? അല്ല, പത്തനംതിട്ട ഈ മുകളിലോട്ട് കയറി കൂടുതലും അങ്ങ് ഉയരത്തിലോട്ട് തണുപ്പുള്ളിടത്താണല്ലോ ഇത് വരേണ്ടത്. അപ്പൊ സാർ ഞങ്ങള് കന്നഡം പറഞ്ഞു, ബി ഇടുക്കി പറയാൻ പറഞ്ഞു. ഗസ്സാണ്. ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞാൽ തെറ്റുവാണെങ്കിൽ തെറ്റട്ടെ, ശരിയാണെങ്കിൽ ശരിയാവട്ടെ. വീണ പറഞ്ഞ ഉത്തരം ശരിയാണ്, തെറ്റാണ് അയ്യോ എന്ന് പറയാൻ കഴിയുന്നില്ല. ഉത്തരം ശരിയാണ്. ഇടുക്കിയിൽ 75 ഹെക്ടറിലായി 480 മെട്രിക് ടൺ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്നു. വരൂ സ്വാതി, വരൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്കളുടെ ഗസ്റ്റിംഗ് ഒക്കെ നന്നായി. ലുക്ക് അറ്റ് ദ മോണിറ്റർ. അവിടെ എന്താ ചെയ്യേണ്ട പരാക്രമം എന്ന് പറയും. 40 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് ഫോളിംഗ് ബോൾസ്. ഇവിടെ ഒരു 15 ബോൾസ് ഉണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ ഇത് തരും. ഇത് വെച്ച് മിനിമം 5 എണ്ണമെങ്കിലും താഴേന്ന് പിടിക്കണം. ഫാസ്റ്റ് ആയിട്ടായിരിക്കും ബോൾസ് ഇടുന്നത്. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു സൂപ്പർ ടാബാണ്. 1 2 3. ഓടി വന്നു ആദ്യം ബാറ്റിൽ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കൂ. ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിടിച്ചോ, ഒന്ന് അടുത്ത പിടിച്ചോ. 2 2 അഞ്ചെങ്കിലും വേണം. 3 പിടിക്കണം. 3 അടുത്ത പിടിക്ക്. 4 ഒന്നുകൂടെ പിടിക്ക്. 5 ഓക്കെ ഡൺ. ഗിഫ്റ്റ് എടുത്തോളൂ. ടാപ്പ് പിന്നെ നോക്കൂ. അടുത്ത ചോദ്യം ഇതാണ്. ഹോക്കർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? HAWKER എന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കമ്പ്യൂട്ടറിലെ നുഴഞ്ഞുകയറ്റക്കാരൻ, വഴിവാണിഭക്കാരൻ. ഓപ്ഷൻ സി പിടിച്ചുപറിക്കാരൻ. ഓപ്ഷൻ ഡി പാചകക്കാരൻ. ഹോക്കർ എന്ന വാക്കിന്റെ അർത്ഥം കമ്പ്യൂട്ടറിലെ നുഴഞ്ഞുകയറ്റക്കാരൻ, വഴിവാണിഭക്കാരൻ, പിടിച്ചുപറിക്കാരൻ, പാചകക്കാരൻ. രാജീവാണ് ബസറമർത്തിയത്. രാജീവ്. ഇവിടെ സി പറയുന്നതായിരിക്കും എൻ്റെ ഒരു പിടിച്ചു. നിന്റെ ഓപ്ഷനിൽ പോട്ടെ, ഞാൻ പറയട്ടെ. രാജീവ് പറയണ്ട, ഉത്തരം പറയണ്ട. രണ്ടുപേരും ചർച്ച ചെയ്ത് കഴിഞ്ഞോ? രാജീവ് ചർച്ച ചെയ്ത് കഴിഞ്ഞോ? ഇതില് എന്തെങ്കിലും തരുമോ? നമ്മളെ ഒരുമായിട്ട് ബന്ധമുണ്ട്. ഡി പാചകക്കാരൻ. രാജീവ്, നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അപ്പൊ ഇനി അതായത് പറഞ്ഞോട്ടെ സാർ. ബി വഴിവാണിഭക്കാരൻ. രാജീവ്
വീണ പറഞ്ഞ ഉത്തരം ശരിയായിരിക്കും. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ വിഷമത്തോടെ, ദുഃഖത്തോടെ, കഥന ഭാരത്തോടെ ഞാൻ. നിങ്ങൾ എങ്ങനെ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടല്ലേ വന്നത്? സെപ്പറേറ്റ് ആയിട്ട് വണ്ടിയുണ്ടല്ലോ തിരിച്ചു പോകാൻ. തിരിച്ചു അല്ല, പിടിച്ചുപറിക്കാരെ എന്തായാലും നമ്മൾ ഉപയോഗിക്കില്ല. അപ്പൊ ഇതില് ഈ അങ്ങനെയാണ് നമ്മൾ അവസാനത്തിലേക്ക് കടക്കുന്നു. കണ്ണേട്ട പറഞ്ഞു. കണ്ണേട്ട പറയൂ. ഉത്തരം ശരിയാണോ? കണ്ണേട്ട ഒന്നും പറയൂ. ശരിയാണ്. കണ്ണേട്ടം പറഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റി പറയാൻ പറ്റൂ. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. കണ്ണേട്ട വരൂ. കണ്ണേട്ടന്റെ ആ നല്ല നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് വാഷിംഗ് മെഷീൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ലുലു കണക്ട് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നത് 40 സെക്കൻഡ്സ് ആണ്. 40 സെക്കൻഡ്സിനുള്ളിൽ ചെയ്യേണ്ട ടാസ്ക് ആണ് മേസ്. ഇവിടെ ഒരു മേസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൂടെ കൈ പിടിക്കാൻ പാടില്ല. ഇതിങ്ങനെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഓരോ ആരോസ് വെച്ച് ഡിറക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പതുക്കെ ഇതുപോലെ ഇവിടുന്ന് ഈ ബോളിനെ ഈ സെൻട്രലിലുള്ള റെഡ് മാർക്കിൽ എത്തിക്കണം. എന്നാൽ മാത്രമേ ടാസ്ക് സക്സസ്ഫുൾ ആവത്തുള്ളൂ. ഇതും കഴിഞ്ഞ് ഗിഫ്റ്റ് എടുത്ത് വെളിയിൽ കിടക്കണം. 40 സെക്കൻഡ്സിനുള്ളിൽ ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ചിട്ടേ ടാസ്ക് തുടങ്ങാവുള്ളൂ. താങ്കളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ആദ്യം ബാറ്റൺ ടാസ്ക് വേഗം ചെയ്തോ. ടൈം ഉണ്ട്. പതുക്കെ ടൈമുണ്ട്. ഓൾമോസ്റ്റ് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതിനകത്തോട്ടും കൂടെ വന്ന് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ വേഗം ഉരുട്ടിക്കോ. മത്സരം തകർക്കുക. നിങ്ങൾ പരമ്പരകളിൽ കണ്ട് പരിചയമുള്ള ഈ മുഖങ്ങൾ ഇവിടെ ഉത്തരങ്ങൾ പറഞ്ഞ് എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്കൊരു ഇടവേളയ്ക്ക് പോകാൻ സമയമായി. ഇടവേളയ്ക്ക് പോകും മുമ്പ് നമ്മുടെ ആ സ്മാർട്ട് ക്വസ്റ്റ്യൻ. ഒരു മലയാളിയുടെ പേര് ഒരു ചിഹ്ന ഗ്രഹമുണ്ട്. ആരാണ് ആ മലയാളി? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കിട്ടിയില്ലെങ്കിൽ വേഗം മടങ്ങി വരൂ. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ആ ഉത്തരം പറയും. ഇടവേളയിലേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. നമ്മൾ ഇടവേളയ്ക്ക് പോകും മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഒരു മലയാളിയുടെ പേരിൽ ഒരു ചിഹ്ന ഗ്രഹം ലോകത്ത് അറിയപ്പെടുന്നു. ആരാണ് ആ മലയാളി എന്നായിരുന്നു ചോദ്യം. നിങ്ങൾക്ക് കിട്ടിയോ? ആള് ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ആ ഗ്രഹം അറിയപ്പെടുന്നത് പട്ടാഴി 5178 എന്നാണ് ആ ഗ്രഹത്തിന്റെ പേര്. ചിഹ്ന ഗ്രഹമാണ്. അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചു. ഇപ്പോൾ ലോകം അറിയുന്ന ഒരാളാണ്. കൊല്ലം ജില്ലയിലെ പട്ടാഴി എന്നുള്ള സ്ഥലത്ത് ജനിച്ച ഡോക്ടർ സൈനുദ്ദീൻ SN കോളേജിലെ ഒരു പ്രൊഫസറാണ്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. 4ാമത്തെ ചോദ്യം ഇതാണ്. KT ഇർഫാൻ എന്ന മലയാളി ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ എ ഫുട്ബോൾ, ഓപ്ഷൻ ബി വാട്ടർ പോളോ, ഓപ്ഷൻ സി അത്ലറ്റിക്സ്, ഓപ്ഷൻ ഡി നീന്തൽ. ഫുട്ബോൾ, വാട്ടർ പോളോ, അത്ലറ്റിക്സ്, നീന്തൽ. KT ഇർഫാൻ എന്ന മലയാളി ഏത് കായിക വിനോദത്തിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്? ഈ അടുത്തിടെ വലിയൊരു റെക്കോർഡൊക്കെ ഇട്ട് അദ്ദേഹം മലപ്പുറത്തുകാരനാണ് ആള്. KT ഇർഫാൻ. പറയാൻ ആലോചിച്ച കാര്യം ശക്തിയോടെ പറയൂ രാജീവ്. അവിടല്ലേ ഒരു ആണത്വം കിടക്കുന്നത്. അത്ലറ്റിക്സ്. വീണയ്ക്ക് എന്ത് തോന്നുന്നു? അത്ലറ്റിക്സ് ആണോ? അല്ല, ചേട്ടൻ പറഞ്ഞിട്ട് ശരിയാവും. ഞാൻ അതാ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞിട്ട് തെറ്റ് വല്ലതും ആണെങ്കിൽ ഞാൻ വേറെ മാറ്റി പറയാലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. രാജീവ് പറഞ്ഞ ഉത്തരം ശരിയാണ് സാർ. ശരിയാണ്. നടത്തമാണ് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ 20 കിലോമീറ്റർ നടത്തത്തിൽ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച മലപ്പുറത്തുകാരൻ കോലത്തും തൊടി ഇർഫാൻ. വരൂ. ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഉഗ്രൻ ലാപ്ടോപ്പ് ഇവിടെ സിൽവർ പൂട്ടൊക്കെ വെച്ച് പൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കീ എവിടെയായിരിക്കും? എവിടെയാന്നല്ല, അത് ഇവിടെയാണ്. ഇതിൻ്റെ ഏറ്റവും അടിയിൽ എവിടെയോ ഈ കീ ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കണ്ടോ
ഒരു തുണിയുടെ കഷ്ണം ഇവിടെ കാണാം. ഇതിങ്ങനെ വലിച്ച് പുറത്തോട്ട് എടുത്ത് തലേ ആ കീ കിട്ടത്തുള്ളൂ. ആ കീ എടുത്ത് ഈ ലോക്ക് അൺലോക്ക് ചെയ്ത് ലാപ്ടോപ്പ് എടുത്ത് വെളിയിൽ കിടക്കണം. അതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ടാസ്ക്. 1 2 3 ഓടി വന്നോ, ടാസ്ക് തുടങ്ങിക്കോ. വേഗം വലിച്ചെടുത്തോ. കീയും ശ്രദ്ധിക്കണേ എവിടെയാണെന്ന് നല്ലോണം വലിച്ചെടുത്തോ. കീ തപ്പ്. കീ എവിടാന്ന്? കീ അത് അൺലോക്ക് ചെയ്ത് ലാപ്പ് എടുത്ത് വെളിയിൽ കിടക്കണം. പതുക്കെ മതി. യെസ്, ഡൺ. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുക. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടെ ഒന്ന് മധുരതരമാക്കാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ പാട്ട് പാടിയാലോ? ഇപ്പോൾ കുറച്ച് പ്രാക്ടീസ് കുറവാണ്, കാരണം അത് കുഴപ്പമൊന്നുമില്ല. ഉള്ള പ്രാക്ടീസ് അലക്കാവുന്ന കാര്യമുള്ളത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഫംഗ്ഷനൊക്കെ. താങ്കൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കൊള്ളു. രാക്കിളിതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ ചിരി നനയും ഈറൻ പെരുമഴക്കാലം ഒരു വേനലിൽ വിരഹബാഷ്പം ജലതാളമാർന്ന മഴക്കാലം ഒരു തേങ്ങലായി മഴക്കാലം. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആദ്യം വരുന്ന രാഷ്ട്ര തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആംസ്റ്റർഡാം, ഓപ്ഷൻ ഡി അങ്കാറ, ഓപ്ഷൻ സി അബുദാബി, ഓപ്ഷൻ ഡി അമ്മാൻ. ആംസ്റ്റർഡാം, അങ്കാറ, അബുദാബി, അമ്മാൻ. സി അബുദാബി. അബുദാബി. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അബുദാബിയാണ്. യുഎഇയുടെ തലസ്ഥാനമായ അബുദാബിയാണ് ശരി ഉത്തരം. അപ്പൊ 40 സെക്കൻഡ് ഉണ്ട്. പോറ്റിക്ക് പണിയായി. ഇത് വരൂ 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 വരൂ. നമ്മൾ എല്ലാവരും എന്നും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് TV. അതും LED TV കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ രസകരമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ലുലു കണക്ട് ഇവിടെ ഒരു LED TV ആണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് സ്വന്തമാക്കാൻ കിട്ടുന്ന ടൈം 40 സെക്കൻഡ്സ് ആണ്. വിത്തിൻ 40 സെക്കൻഡ്സ് ഇവിടെ ചെയ്യേണ്ട ടാസ്ക് ആണ് ബോൾ ഇൻസൈഡ് ദ ഹോൾ. ഇവിടെ 10 യെല്ലോ ബോൾസ് ഉണ്ട്. ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഈ വൈറ്റ് സ്പോട്ടിൽ വെച്ചിട്ട് ഇത് വെച്ച് തട്ടി ആ ഹോളിനകത്തൂടെ പാസ് ചെയ്യിപ്പിക്കണം. അങ്ങനെ മിനിമം 3 എണ്ണമെങ്കിലും പാസ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ ഗിഫ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം ബാറ്റനെ ഏൽപ്പിക്കാൻ മറക്കരുത്. 1 2 3 സ്ലോ മതിട്ടാ, സ്ലോ. ടെൻഷൻ അടിക്കണ്ട. ഇവിടെ ഈ ബോൾസ് ആണ് ഓരോന്നും ഈ വൈറ്റ് സ്പോട്ടിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ആ ഹോളിന് ആ വൈറ്റ് സ്പോട്ടിൽ വെച്ചിട്ട് അതിനകത്തൂടെ അതുകൊണ്ട് അതിനകത്തൂടെ 3 എണ്ണം മതി. ടൈം ഉണ്ട്. അത് മിസ്സായി പോയി. ഇനി 2 എണ്ണം കൂടെ വേണം. അത് മിസ്സായി പോയി. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ലാസ്റ്റ് ചാൻസ് ആണ്. നമ്മളിനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ക്രൗൺ റൗണ്ട്. വീണ, പ്രിപ്പയർ ഫോർ എ സർപ്രൈസ്. കാരണം ഇതുവരെ ഇവിടെ ക്രൗൺ റൗണ്ട് ഏറ്റവും അവസാനമായിരുന്നു. അതായത് സ്മാർട്ട് ക്രൗൺ അണിഞ്ഞു സ്വർണ്ണ കിരീടം അണിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള കാഴ്ച. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഈ ക്രൗൺ റൗണ്ട് ഇവിടെ ആക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചോളൂ. ഈ ജോസ്കോ ജുവലേഴ്സ് സ്പോൺസർ ചെയ്യുന്ന സ്വർണ്ണ കിരീടം അണിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത കാറാണ്. ഇപ്പോൾ കാറിലങ്ങ് വീട്ടിൽ പോകാം. ആ രീതിയിൽ നമ്മളും ഭേദഗതി വരുത്തിയിരിക്കുന്നു.
അപ്പൊ 5 ചോദ്യങ്ങളുണ്ട്. 3 ഉത്തരം പറയുന്ന ആളിന് കിരീടം കിട്ടും, സ്വർണ്ണ കിരീടം. നമ്മൾ ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അംഗബലത്തിൽ ലോകത്തിൽ ഇന്ത്യൻ കരസേനയ്ക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? രാജീവ്? 3-ാം സ്ഥാനാന്ന് തോന്നുന്നു. ഉത്തരം ശരിയാണ്. ഒരു ആത്മവിശ്വാസം വേണം. ഇന്ത്യൻ ആർമിക്ക് 3-ാം സ്ഥാനമാണുള്ളത്. 1-ാം സ്ഥാനത്ത് ചൈനയും, 2-ാം സ്ഥാനത്ത് അമേരിക്കയും. 1-ാം സ്ഥാനത്ത് 22 ലക്ഷം പട്ടാളക്കാരുമായി ചൈന 1-ാം സ്ഥാനത്തും അമേരിക്ക 2-ാം സ്ഥാനത്ത് 14 ലക്ഷവും 3-ാം സ്ഥാനം 13 ലക്ഷം. അപ്പോ ലോകത്ത് അംഗബലത്തിൽ ഇന്ത്യൻ ആർമി 3-ാം സ്ഥാനത്താണുള്ളത്. ശരി ഉത്തരമാണ് രാജീവ്. അപ്പൊ നമ്മൾ ഇവിടെയുള്ള പ്രശ്നം, ഇവിടെ ഗെയിമില്ല. ഇവിടെ ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാലേ സ്വർണ്ണ കിരീടം കിട്ടൂ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. രാജീവിന് 2 ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണ കിരീടത്തിന് അടുത്തായി. വീണയ്ക്ക് 3 ഉത്തരവും. അപ്പോ 2ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഈ സർവകലാശാല അറിയപ്പെടുന്നത് ആ സ്ഥലത്തിന്റെ പേരിലാണോ? അല്ല, ആ സ്ഥലത്തിന്റെ പേര് ചെല്ല് പറയും. പക്ഷേ ആ സ്ഥലത്തിന്റെ ഒഫീഷ്യലി നെയിം അങ്ങനെയല്ല. പക്ഷേ ആ സ്ഥലം ഞങ്ങൾക്ക് അല്ല, വീണയാ പറയേണ്ടത്. പറയും. കാലടിയാണോ സർ? കാലടിയാ സർ. സാറിന്റെ ചിരിക്കാത്തുണ്ട്. കാലടിയാണല്ലേ? എന്നാ തെറ്റിപ്പോയി സർ. അപ്പൊ ഇനി പറയാലോ, ഞങ്ങൾക്ക് പറയാലോ. കാലടി അല്ല, കാലടി തെറ്റാണ് എന്തായാലും. അപ്പോ രാജീവ്, തൃശ്ശൂർക്കാരൻ പറയൂ. മണ്ണുത്തി. ഉറപ്പാണോ? തൃശ്ശൂരിൽ നിന്ന് മണ്ണുത്തിയിലേക്ക് എത്ര കിലോമീറ്റർ? തൃശ്ശൂരിൽ നിന്ന് മണ്ണുത്തിയിലേക്ക് ഒരു 8-9 കിലോമീറ്റർ ഉണ്ടോ? 9-10 കിലോമീറ്റർ. രാജീവ് പറഞ്ഞ ഉത്തരം ശരിയാണ്. രാജീവ് പറഞ്ഞ ഉത്തരം ശരിയാണ്. മണ്ണുത്തിയാണ്. 1971 കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിൽ സ്ഥാപിച്ചത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. മത്സരം കൂടുതൽ കടുത്തു വരികയാണ്. പരമ്പരയിലുള്ള ആളുകൾ പരമ്പരയിൽ മാത്രമല്ല ഷൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ ഇടവേളയ്ക്ക് പോകാൻ പോകുന്നു. അതിനു മുമ്പ് നമ്മുടെ സ്മാർട്ട് ക്വസ്റ്റ്യൻ. ലോകത്താദ്യമായി പുകയിലയുടെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച ഒരു രാജ്യമുണ്ട്. ഏതാണ് ആ രാജ്യം? ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഞാൻ ഉത്തരം പറയും. ഇടവേളയിലേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇടവേളയ്ക്ക് പോകും മുമ്പ് ഞാനൊരു സ്മാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ലോകത്തിൽ ആദ്യമായി പുകയില നിരോധിച്ച രാജ്യം, ഉപയോഗവും വിൽപ്പനയും നിരോധിച്ച രാജ്യം ഏതാണ് രാജ്യം? ലോകത്തിൽ ആദ്യമായി പുകയിലയുടെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച രാജ്യം ഭൂട്ടാനാണ്. കൊച്ചു രാജ്യം. 2004. നിങ്ങൾക്കറിയാം, പുകയില ഉപയോഗിക്കുന്നത് കടുത്ത മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഭൂട്ടാൻ എന്നുള്ള കൊച്ചു രാജ്യം ലോകത്തിൽ ആദ്യമായി ഇതിന്റെ ഉപയോഗവും വിൽപ്പനയും നിരോധിച്ചു. 3 ചോദ്യങ്ങളുണ്ട്. ഇനി 3ാമത്തെ ചോദ്യമാണ്. സൂക്ഷിക്കണം രാജീവ, സൂക്ഷിക്കേണ്ടത്. ഐക്യരാഷ്ട്രസഭയുടെ മുദ്രയിൽ കാണുന്നത് ഏത് സസ്യത്തിന്റെ ഇലയാണ്? സാർ, എനിക്ക് സംഭവം ഇല മനസ്സിലായി. എനിക്കൊണ്ട് പേര് ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കിട്ടണില്ല. ഈ പുളിയില പോലെ ഇങ്ങനെ ഇരിക്കും. ഗ്രീസിലുള്ള ഇല ഏതാ? മറ്റേ തലയില്. സമയം അവസാനിക്കുന്നു. വീണയ്ക്ക് മറുപടി പറയാൻ നേരമായി. വീണയ്ക്ക് സംഭവം അറിയാം. എല്ലാം ദേവന്മാര് പണ്ട് വീണ പറയുന്നതെല്ലാം കറക്റ്റാണ്. ആ പേര് മാത്രം കൃത്യമാണ്. ഗ്രീക്ക് ദേവന്മാര് പണ്ട് തലയില് കിരീടമൊക്കെ എല്ലാം കറക്റ്റാണ്. പണ്ട് ഇപ്പൊ ഗ്രീക്ക് ദേവന്മാരില്ലല്ലോ. ഞാൻ പറയാം. ഇപ്പൊ ഒരു വേറെ കിരീട, ക്രൗൺ. ഗ്രീക്ക് ദേവന്മാര് എന്റെ ശിവനെ ഒന്നും ആലോചിച്ചില്ല. ഒലീവ്സിന്റെ ഇലയാണ്. ഇതായിരുന്നു ഗ്രീക്കുകാർ.
എല്ലാം അറിയാം. അയ്യോ, ഇത്രയും നേരം എന്നെ പറ്റിയാൻ നിന്നതാ. ആ ഒരു ക്രൗൺ എനിക്ക് തരുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്. ഒലിവിലെ ചിലയിൽ സമാധാനത്തിന് വെള്ളരി പ്രാവുകൾ ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഒലിവാണ്, ഒലിവ്. കറക്റ്റ്, ഉത്തരം ശരിയാണ്, ഉത്തരം ശരിയാണ്. സൂപ്പർ. വീണ പറഞ്ഞില്ല രാജീവിന് ഇപ്പൊ സ്വർണ്ണ കിരീടം അടിക്കുമായിരുന്നു. സത്യം വീണ മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? എന്താ പറയണ്ടേ? 1.2 സെക്കൻഡ്. 1.2. ഒന്ന് ബോൾഡായിട്ട് പറയൂ, ഒന്ന് പറയൂ. പ്രേതം ചിരിക്കുന്നല്ലോ, അപ്പൊ ചിരിക്കുന്നത് ഉള്ളിൽ പേടിയാ. അല്ല, ഓനിയും തരത്തില്ല ക്ലൂ. കഴിഞ്ഞ ചോദിച്ചത് ഉത്തരം ശരിയാണ്. സത്യമായിട്ട് സർ ആണ്. അയ്യോ എന്റെ ശിവനെ, അയ്യോ വിശ്വസിച്ചില്ല. അല്ല ഇത് എനിക്കറിയില്ലായിരുന്നു. വലിയൊരു താങ്ക്സ് ചക്ക വീണതിന്, താങ്ക്സ് മൊയിലിന്. ഇപ്പോഴും ആ ഷോക്ക് മാറിയിട്ടില്ല. ഭഗവാൻ അനുഗ്രഹിച്ച് അങ്ങനെ നാവില് ഞാൻ 1.084. അപ്പൊ ഇനി രാജീവ് ഒരു ചോദ്യം അല്ലേ? ഒറ്റ ചോദ്യം, ഒറ്റ കിരീടം. ആര് പറഞ്ഞാലും സ്വർണ്ണ കിരീടം. വീണയ്ക്കായാലും രാജീവനായാലും ബി കെയർഫുൾ കേട്ടോ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇടവകകളിൽ സ്കൂളുകൾ തുറന്നില്ലെങ്കിൽ പള്ളികൾ പൂട്ടിയിടുമെന്ന് പ്രഖ്യാപിച്ച കേരളീയനായ ക്രൈസ്തവ പുരോഹിതൻ ആരായിരുന്നു? പരിചയമുണ്ടോ? പഴയതാണോ പുതിയതാണോ? ഇത് ഞാൻ ആർക്ക് ക്ലൂ കൊടുത്താലും പ്രശ്നമാവും. പാവപ്പെട്ട എനിക്ക് ഒരു ക്ലൂ കൊടുക്കുന്നതാ. തെറ്റി പറഞ്ഞ പറയാലോ. 210 കൊല്ലം മുമ്പ് ജനിച്ച ഒരാളാണ്. സെന്റ് ഫ്രാൻസിസ്. ഒരു ഉത്തരം പറയൂ, ഒരു ഉത്തരം പറയൂ. നീ ഒന്നും ആലോചിക്കണ്ട രാജീവ്, കാരണം കൈ പോയി. സെന്റ് ഫ്രാൻസിസ് പറയാം. സെന്റ് ഫ്രാൻസിസ്. ഉത്തരം തെറ്റാണ്. ഇതെനിക്ക് ബസ് അമർത്തിയിട്ട് പറഞ്ഞു. ഇത് ദൈവം കാക്കട്ടെ അല്ലേ? അല്ല നമുക്ക് എന്താ പറയാൻ പറ്റിയ? ദൈവം കാത്ത നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. വിളിച്ചോളൂ, അങ്ങനെ തന്നെ ഒന്നുകൂടി വിളിച്ചോളൂ. എന്റെ ശിവനെ, ഞാൻ ഉദ്ദേശിച്ചത് ചാവറേച്ചനെയാണ്. അത് തെറ്റാണെങ്കിൽ ചീറ്റിപ്പോയി. അല്ല അത് ശരിയായിരിക്കും. ചാവറേച്ചൻ ഇപ്പൊ ചാവറേച്ചനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാജീവ്, വീണ നായർ പറഞ്ഞ ഉത്തരം അയ്യോ ശരിയാണ്. എങ്ങനെയാ പോകുന്ന വീട്ടിലേക്ക്? ശരിയാണ്, ശരിയാണ്. ചാവറേച്ചൻ ശരിയാണ്. ഇപ്പൊ നാള് അല്ല ഞാൻ സോറി. ശരിയാണ്. കിരീടം വെക്കാൻ പോണെങ്കിൽ എന്റെ കിരീടം അയ്യോ. ചാവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛനാണ് ഇത് പ്രഖ്യാപിച്ചത്. സ്കൂളുകൾ തുറന്നില്ലെങ്കിൽ പള്ളികൾ പൂട്ടിയിടും എന്ന് പറഞ്ഞത്. ചാവറ കിരീടത്തിന് ആൾക്കാരെ കൂടുന്നുണ്ട് അതല്ലേ? ലോറി മാത്രല്ല. അവസാനത്തെ 3 ഉത്തരങ്ങളും പറഞ്ഞ് വീണ നായർ ജോസ്കോ ജുവലേഴ്സിൽ കരഞ്ഞ് സ്വർണ്ണ കിരീടത്തിലേക്ക് കയറി. അർച്ചന, ആ കിരീടം എടുത്തുകൊണ്ട് വരൂ. സ്മാർട്ട് ഷോയിൽ ഞാനത് കാണുമ്പോ നോക്കാറുള്ളതാ. രാജീവ് ഇങ്ങോട്ട് വരൂ. സ്പോർട്സ്മാൻസ്പിറ്റോട് വരൂ, കോട്ടയും വരൂ. രാജീവ്, താങ്കളാണല്ലോ ഈ വഴിമാലക്കിടം കിട്ടാൻ കാരണമായത്. താങ്കൾ തന്നെ ആ നല്ല ശിരസിൽ വെച്ച് കൊടുക്കും. നല്ല ശിരസ് എന്ന് പറഞ്ഞു. റെഡി. ഇതിപ്പോ ശരിക്കും നമ്മള് ഒലിവിന്റെ സംഭവത്തിലേക്ക് ഗ്രീക്ക് ലുക്കായിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ വയ്യാതാണ്. അപ്പം രാജീവ്, ഇത് വല്ലാത്തൊരു മാത്രമല്ല ഇത്രയും ഇപ്പൊ കുറെ അധികം എപ്പിസോഡുകൾ ഏറിപ്പോയല്ലോ, സംരക്ഷണം ചെയ്ത് കഴിഞ്ഞു. ആർക്കും ഇതുവരെ ഇത് കിട്ടിയില്ല. ഇതിനെല്ലാം സഹായിച്ച ആരാണ്? ഒറ്റയാളാണ്. ആരാണ്? ഒലിവ്. അല്ല, ഒലിവ് അല്ല, ഇവൻ. എന്റെ ശിവനെ എന്ന് വിളിച്ച് എന്തായാലും അവസാനം ശിവനുണ്ടായിരുന്നു. റെഡി. ബാക്ക് ടു ഇനി വലിയ റൗണ്ടിലേക്ക് കയറുകയാണ്. കാര്യം ഇപ്പൊ സ്വർണ്ണ കിരീടമായി. ഇനി കാറിൽ വീട്ടിലോട്ട് പോകാനുള്ള അടുത്ത റൗണ്ടിലേക്ക്. അപ്പോൾ താങ്ക് യു മോളെ, താങ്ക് യു.
നമ്മൾ അവസാന റൗണ്ടിലേക്ക് കടക്കുന്നു. ബിഗ് പ്രൈസ് റൗണ്ട്. രാജീവേ, ബിഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇനി കാറാണ്. അവസാനത്തെ റൗണ്ടാണിത്, 6ാമത്തെ റൗണ്ടാണ്. സ്വർണ്ണ കിരീടമൊക്കെ അണിഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആളുകൾ. ഇതിൽ 5 ചോദ്യങ്ങളുണ്ടാവും. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നവർക്ക് കാർ കൊണ്ടുപോകാം. പക്ഷേ 5 ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം. 2 പേരുടെ പറഞ്ഞാൽ മതി. പക്ഷേ 3 ചോദ്യങ്ങളുടെ ഉത്തര ജേതാവിനാണ് കാർ ലഭിക്കാൻ പോകുന്നത്. പക്ഷേ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അപ്പോൾ 3 പറഞ്ഞിരുന്ന ആളിൽ കാർ കിട്ടുന്നുള്ളേ ഉള്ളൂ. 4ാമത്തെ ചോദ്യം തെറ്റാണെങ്കിൽ കാർ പോവുകയും ചെയ്യും. ആദ്യത്തെ ചോദ്യം ഇതാണ്. ശിലാദിത്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ഭാരത ചരിത്രത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ചൊക്കെ സോഷ്യൽ സ്റ്റഡീസിൽ 20 മാർക്ക് കൊണ്ടുപോകുന്ന കേസാണ്. അശോക ചക്രവർത്തി. അശോക ചക്രവർത്തി ഉത്തരം തെറ്റാണ്. നിങ്ങൾ പറഞ്ഞു. ടിപ്പു സുൽത്താൻ സർ. ടിപ്പു സുൽത്താൻ. ശിലാദിത്യൻ ടിപ്പു സുൽത്താൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, ഈ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല സർ. അതൊരിക്കലും പറ്റില്ല. വായിച്ചെടുത്തവരുണ്ട്, വായിച്ചെടുത്തവരുണ്ട്. തെറ്റ്. തെറ്റ്. എങ്കിൽ ശരിയാ, കറക്റ്റാ വായിച്ചത്. ഉത്തരം തെറ്റാണ്. ചന്ദ്രഗുപ്ത ഹർഷവർദ്ധനാണ് ആ ഭരണാധികാരി. നളന്ദ, ഉജ്ജയിനി, വിക്രമശില സർവകലാശാല പ്രശസ്തിയുടെ ഔന്നത്യത്തിലേക്ക് എത്തിയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. AD 606 മുതൽ 647 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഹർഷവർദ്ധൻ. അതാണ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് യാത്ര പറയുന്നതിന് മുമ്പ് ഒരു രാജീവേ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റി. പിന്നെ എവിടെ വെച്ച് ചെറിയൊരു ദോഷം നമുക്ക് പറ്റി, അതിന്റെ ഗുണം അയാൾക്കുണ്ടാവുക. രാജീവ് എന്താ അതിനെ കുറിച്ച് പറയുന്നത്? അല്ല, നമ്മള് എവിടെയും ഒരു വിജയത്തിന് അപ്പുറത്തൊരാൾ തോൽക്കണല്ലോ, എന്നാലല്ലേ ഒരാൾ ജയിക്കുള്ളൂ. ഇപ്രാവശ്യം ഞാൻ തോറ്റു കൊടുക്കാം. ഇനി ഒരു വരെ കൂടെ വരും. അടുത്ത തവണ രാജീവ് വരുമ്പോ രാജീവ് വീണ പാടില്ല. പാടില്ല. ഓക്കെ. മാത്രമല്ല രാജീവ് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. താങ്കളുടെ മനോഹരമായ ഒരു മെലഡിയും കൂടെ കേട്ടിട്ട് നമുക്ക് പിരിയാം അല്ലേ? കിരീടം കിട്ടിയതിന്റെ സന്തോഷം. കിരീടം വെച്ചിട്ടുള്ള പാട്ടിന്റെ ആയിക്കോട്ടെ. അന്തിക്കടപ്പോരത്തോരോലക്കൂടെ എടുത്ത് 4 കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പാരുന്തല്ല, തെരകളല്ല, ചെമ്മാനം വാഴണ തുറയരയൻ, അങ്ങേ കടലില് പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് 4 കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? തക്കിളി തക്കിളി മൂക്കിളി തൊള്ളി കളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്തു കണക്കൊരു കൊച്ചു കിടാത്തനുദിച്ചു വരുന്നത് കണ്ടു മലക്കുടി തട്ടി കളവില കൂട്ടണ താളത്തുമ്പികളായി വിളി പറയച്ചണ്ടകൽ അലതി തരികിട മേളമടിച്ചു മുഴക്കുന്നേരം ചാകര വന്ന കണക്കു മണപ്പുറം ആകത്തരികിടത് മൃതത്തെ ഞാനും കണ്ടേ അവനവനിന്നു കിളമ്പിയ നേരത്തെന്റെ കിനാവിൽ ഒരു അമ്പിളി വെള്ളം ഇറങ്ങി ഒരുങ്ങി അനങ്ങി ഇരമ്പിയ കമ്പടി കൂടാരത്തിലും ഇത്തിലും ആടം മാനം തോണികൾ ഒഴുകി തുള്ളി ഉറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിടത് മൃതത്തെ തുറകളിൽ ഇന്നൊരു തുടികുളി മേളത്തായം പകയുടെ ചെമ്പടം മുറുകി കന്നാലികളുടെ കാലിൽ തട്ടകളുടെ ഇടയിളകി തുള്ളുകളൊഴുകി അത്തിമരത്തിൻ കീഴെ തലയിലൊരപ്പൊത്തിക്കിളി നല്ലത് തണ്ടട് വളയുടെ പറകിട് പടമിട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടട് വളയുടെ പറകിട് പടമിട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി താകിടത് മൃതത്തെ താകിടത് മൃതത്തെ ദിവികിടത് മൃതത്തെ സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. നമ്മളിനി ഒരിക്കൽ കൂടി കാണും തീർച്ചയായിട്ടും. അതൊരു കാണലായിരിക്കും. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ പോറ്റി. പോറ്റി കുറെ ഹെൽപ്പ് ചെയ്തുട്ടാ. TV പക്ഷെ അവന്റെ ഒരു മോഹം. ഓക്കെ, വളരെ സന്തോഷം. ഇനി വഴി പുറത്തേക്ക്. ഓക്കെ സർ, താങ്ക് യു സർ. കഴിഞ്ഞ കുറച്ചു കാലമായി ഞാൻ കേരളത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടേയിരിക്കുക. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവിടെയെല്ലാം മലയാളികൾ വളരെ സ്മാർട്ടാണ്. നമ്മളിവിടെയും വലിയ സ്മാർട്ടാണ്. പക്ഷേ നമ്മൾ കേരളത്തെ കൂടുതൽ മലിനമാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളോട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ നാട് ലോകത്തിൽ ഏറ്റവും നന്നായി ജീവിക്കാൻ പറ്റുന്ന സമ്പന്നമായ ഈ നാട് ശുദ്ധമാക്കി നമ്മൾ സ്മാർട്ട്നെസ് കാണിക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൽ സന്ധിക്കും വരെ വണക്കം. ഗുഡ് ബൈ.